ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പേഴ്സ്. ഇത് മെയിൻ സ്കെയിലാണ്, ഇത് വെർനിയർ സ്കെയില്. ഇതിൻ്റെ എല്ലാം മുകളിലുള്ള ലൈൻസ് നമ്മളൊന്നും നോക്കുന്നേ ഇല്ല, അടിയിലുള്ള ലൈൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ മെയിൻ സ്കെയിലിൽ സാധാ സ്കെയിലാണ്, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സ്കെയിൽ തന്നെയാണ്. ഈ വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ചക്രം വെച്ച് ഇങ്ങനെ നീക്കണത്. ഇതിനകത്ത് 10 വരകളുണ്ട് ഈ വെർനിയറിൽ. ഇനി നമ്മളിതിൻ്റെ ലീസ് കൗണ്ടൊക്കെ സാധാരണ പോലെ നമ്മൾ ഇങ്ങനെ കാണുന്നു. ലീസ് കൗണ്ട് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. അതായത് സാധാരണ സ്കെയിലിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവാണ് ഈ പറയുന്ന 0.1 സെൻറ്റിമീറ്റർ. പിന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ എന്ന് പറഞ്ഞാൽ 10 നമ്പർ ഉണ്ട് അതിനകത്ത് വെർനിയറിൽ. ഇതിൽ ആ നമ്പറാണ് ഈ 10. അപ്പോൾ ലീസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1/10, അതായത് 1/10. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ 0.1/10, അപ്പോൾ 0.01 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ലീസ് കൗണ്ട്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഫിയർ വയ്ക്കുന്നത്. ഈ സ്ഫിയറിൻ്റെ വോളിയം കാണലാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഈ വെർനിയറിലെ ആദ്യത്തെ ലൈൻ മെയിൻ സ്കെയിലിൽ എവിടെയാണ് മുട്ടിയിരിക്കണതെന്ന് നമ്മൾ നോക്കുകയാണ്. വെർനിയറിലെ ആദ്യത്തെ ലൈൻ മെയിൻ സ്കെയിലിൽ എവിടെയാണ് മുട്ടിയിരിക്കുന്നതെന്ന് നോക്കുന്നു. അതാണ് മെയിൻ സ്കെയിൽ റീഡിങ്. അതായത് നമുക്കത് 1.9 എന്ന് കിട്ടും. അതായത് 2-ൻ്റെ ജസ്റ്റ് മുന്നായിട്ട് നമുക്ക് ഇത് വെർനിയറിലെ ആദ്യത്തെ ലൈൻ മുട്ടിയിരിക്കുന്നത് കാണും. അത് 1.9 ആണ്. അപ്പോൾ തന്നെ നമ്മൾ VSRും നമ്മൾ എഴുതണം. VSR എന്ന് പറഞ്ഞാൽ ഈ 10 വരകളിൽ ഏതെങ്കിലും ഒരു നമ്പറാണ്. അതായത് ഈ 10 വരകളിൽ ഏതെങ്കിലും ഒരു വര ഇതിലത്തെ ഏതെങ്കിലും ഒരു വരയിൽ കൃത്യം കോയിൻസൈഡ് ചെയ്ത് കാണും. അതായത് ഇതാണ് VSRലെ വരയെങ്കിൽ ഇതിൽ കൃത്യം കോയിൻസൈഡ് ചെയ്തതായിട്ട് മെയിൻ സ്കെയിലിലെ വര തോന്നും. അത് എത്രാമത്തെ നമ്പറാണോ, ഇതിപ്പോൾ 4ാമത്തെ നമ്പർ തോന്നുകയാണെങ്കിൽ ഞാൻ 4 എന്ന് VSRൽ എഴുതുന്നു. ഇനി ചിലപ്പോൾ ചിലർക്ക് അത് 5 എന്ന് കാണും. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഈ VSR എന്ന് പറയുന്നത് 0 മുതൽ 10 വരെയുള്ള ഒരു നമ്പർ ആയിരിക്കണം എന്നേ ഉള്ളൂ. അത് അതിൽ പോയിൻ്റ് ഒന്നും വരില്ല. 0 മുതൽ 10 വരെയുള്ള ഒരു നമ്പർ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. പിന്നെ കാൽക്കുലേഷനാണ്. ഇതിനെ ലീസ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.04 എന്ന് കിട്ടും. അതിനുശേഷം ഇത് MSR പ്ലസ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 1.94 എന്ന് കിട്ടും. ഇതാണ്. അപ്പോൾ ആദ്യത്തെ റീഡിങ് കംപ്ലീറ്റ് ആയി. ഇതേപോലെ ഒരു 5 സെറ്റോ 6 സെറ്റോ റീഡിങ് എടുക്കുക. അതിനെല്ലാത്തിനും ഇതുപോലെ ഒരു വാല്യൂസ് കിട്ടും. അപ്പോൾ MSRൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. VSR ചിലപ്പോൾ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാ വാല്യൂസും ഏകദേശം 1.9 സംതിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയുടെ മീൻ എടുത്താലും നമുക്ക് 1.9 വെച്ചിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ 1.94 എന്ന് തന്നെ ഞാൻ എഴുതി. അപ്പോൾ ഇതാണ് ഈ കിട്ടിയിരിക്കുന്നതാണ് ഡയാമീറ്റർ. ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റേഡിയസ് കാണണം. അപ്പോൾ 1.94/2 1.94/2 നമ്മളിവിടെ കാണണം. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ നമുക്ക് കിട്ടിയത് 1.94 ആണ്. അതിൻ്റെ /2 ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. ആ റേഡിയസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 0.97 ആണ്. 0.97 അത് മീറ്ററിലേക്ക് ആക്കി എഴുതി × 10⁻⁻2 വെച്ചിട്ട്. ഇനി നമുക്ക് വോളിയം കാണേണ്ടത് കൊണ്ട് 4/3 πr³ അത് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁻6 പവറിലുള്ള ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ യൂണിറ്റ് m3 ആണ്. ഇതാണ് അതിൻ്റെ വോളിയം.